ഹലോ ഗായ്സ്, ഇത് ചെറിയൊരു ട്രാവൽ വ്ലോഗാണ്. ഞങ്ങൾ കുറേ നാൾ കൊണ്ടേ പോകണമെന്ന് ആഗ്രഹിച്ച് ലാസ്റ്റ് ഞങ്ങൾ പോയിരിക്കുകയാണ്. ആംസ്റ്റർഡാമിലുള്ള ടുലിപ്പ് ഗാർഡൻസിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്കിവിടെ പിക്കപ്പ് വന്നിട്ട് കൊളിൻ കത്തീഡ്രലിൽ വെച്ചായിരുന്നു. ആക്ച്വലി ഈ കത്തീഡ്രലിനെ പറ്റി പറയുവാണെങ്കിൽ വൺ ഓഫ് ദ ഫേമസ് കത്തീഡ്രലാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇറ്റ്സ് വെരി വെരി ബ്യൂട്ടിഫുൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഏജൻസിയെ കോൺടാക്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 2-2:30 ആയപ്പോഴാണ് ഞങ്ങളുടെ പിക്കപ്പ് വന്നത്. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ടൂറിന് പോലെ ആ ഒരു ഓർമ്മയാണ് എനിക്ക് വന്നത്. ബസ്സിലായിരുന്നു ഞങ്ങൾ പോയത്. ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പം തന്നെ ഇവരുടെ ബസ് വന്നു. ഇതാണ് ഞങ്ങൾ പോയ ബസ്. പിന്നെ ഈ ഒരു ട്രിപ്പിനെ പറ്റി പറയുവാണെങ്കിൽ ഫുള്ള് മലയാളീസ് ആയിരുന്നു. സോ ഇറ്റ് വാസ് വെരി ഫൺ. പുല്ലനിക്കാട്ടിൽ കന്നിമാങ്ങ കടിച്ചു നടക്കാം, പിന്നെ ബസ്സിനകത്താണെങ്കിൽ ഞങ്ങൾക്ക് ഒട്ടും ബോറടിച്ചില്ല. പല ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് വെരി എൻജോയബിൾ. പുറത്തുനിന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല മനോഹരമായിട്ടുള്ള ഗ്രീനറീസൊക്കെ നമുക്ക് കാണാമായിരുന്നു. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യമായിട്ട് പോകുന്നൊരു സ്ഥലം കാണാൻ വേണ്ടിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ അതുകൂടാഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ 7 പേരാണ് പോയത്. പിന്നെ ബസ്സിലാണെങ്കിലും മൊത്തം ഒരു ഫുൾ ആൾക്കാരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ആൻഡ് ഫൈനലി ഒരു 9 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ആ ട്യൂലിപ്പ് ഗാർഡൻസിലെത്തി. ഇതിനെപ്പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. എല്ലാവരും കുറേ ആൾക്കാരുണ്ടായിരുന്നു വരാൻ വേണ്ടി, കാണാൻ വേണ്ടി. ആൻഡ് ഫോട്ടോഷൂട്ട്സും എല്ലാം ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയായിരുന്നു. അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സെക്കൻഡ് പോയത് വിൻഡ് മില്ലാണ്. ഇതും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. പിന്നെ നമ്മുടെ ഒരു ഭാഗ്യത്തിന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. തണുപ്പോ ഒന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒത്തിരി നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മളിവിടെ പറയാൻ വേണ്ടി പ്രത്യേകിച്ച് ചീസ് ഫാക്ടറി ഉണ്ട്. അത് നമുക്ക് ചീസ് പ്രൊക്യൂർ ചെയ്യാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഇവിടെ തന്നെ ഒരു വുഡൻ ഷോപ്പ്, ഷൂസ് മേക്ക് ചെയ്യുന്നൊരു ഷോപ്പുണ്ട്. പണ്ടത്തെ ഇട്ടിരുന്ന ടൈപ്പ് ചെരുപ്പുകളാണ്, തടി കൊണ്ടുണ്ടാക്കിയ. പിന്നെ ഇത് നമുക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ ഒരു പുള്ളിക്കാരൻ വന്ന് കാണിച്ചു തരും. അത് കാണാൻ വേണ്ടി തന്നെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് നമ്മുടെ സ്പോട്ട് വന്നിട്ട് ആംസ്റ്റർഡാം സിറ്റി ആയിരുന്നു. അത് നമ്മൾ കാണാൻ വേണ്ടി പോയി. അത്യാവശ്യം ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു പ്ലേസാണ് അത്. ഇത് കഴിഞ്ഞു ഞങ്ങൾക്കൊരു ഇതേപോലെ ഒരു ചെറിയൊരു ക്രൂസ് ഉണ്ട്. നമുക്ക് ഇവിടുത്തെ കനാൽ വഴി എല്ലാ ആംസ്റ്റർഡാം സിറ്റി ഫുള്ള് നമ്മളെ കാണിക്കും. ഞങ്ങളും ഇതിൽ കയറിയായിരുന്നു. അതും നല്ലൊരു റൈഡായിരുന്നു. അത്യാവശ്യം 1 hour, നമുക്ക് നല്ല ടൈം ഡ്യൂറേഷൻ 1 hour. നമ്മൾ 6:30 to 7:30 ആ ടൈമാണ് ഓപ്റ്റ് ചെയ്തത്. പിന്നെ ഈ പുള്ളി ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നു, ഇവരുടെ ഹിസ്റ്ററീസും ഈ ബിൽഡിങ്സിൻ്റെ ഓരോ സ്റ്റോറീസും, എന്തുകൊണ്ടാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഓരോ കൺസ്ട്രക്ഷനിൽ വരുന്ന മാറ്റങ്ങളും എല്ലാം പറഞ്ഞു തന്നു. 1 hour പുള്ളി നമുക്ക് ക്ലാസ് പോലെ എടുത്തു തന്നു. അതുപോലെ തന്നെ നമുക്ക് കനാലിലൂടെ പോകുമ്പോഴത്തേക്കും 2 സൈഡിലെയും ബിൽഡിങ്സ് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള വാഫിൾസ് നമ്മൾ ട്രൈ ചെയ്തു. ഡിഫറെൻറ്റ് ടോപ്പിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നതായതുകൊണ്ട് ഞങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞങ്ങൾ 4 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ടോപ്പിങ്സ് ഉള്ള ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എൻ്റെ ഒരു ഹോണസ്റ്റ് ഒപ്പീനിയൻ പറയുവാണെങ്കിൽ, ഞാൻ പൊതുവേ നല്ലൊരു സ്വീറ്റ് ലവറാണ്. ബട്ട് സ്റ്റിൽ ഇതെനിക്ക് ഓവർ സ്വീറ്റായിട്ട് തോന്നി. ഭയങ്കര മധുരമായിട്ട് എനിക്ക് തോന്നി. ബട്ട് എല്ലാവർക്കും ഇവിടെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം, അത്ര തന്നെ. പക്ഷേ ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര സ്വീറ്റായിട്ട് തോന്നി. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വെരി ഗുഡ്. അതെല്ലാം കഴിഞ്ഞു. അതുമാത്രമല്ല, ഇവർ ഉണ്ടാക്കുന്ന ഈ രീതിയും ഭയങ്കര നോട്ടീസബിളാണ്. കാരണം പെട്ടെന്ന് ഒത്തിരി ആൾക്കാരുണ്ട്. ഇത് വാങ്ങാൻ വേണ്ടി വരാൻ തന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അവർ നല്ല സ്പീഡിലാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് അവരെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ടോപ്പിങ്സ് ഇടുകയും പെട്ടെന്ന് സെർവ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടി. ചെറിയൊരു വ്ളോഗാണ്. പിന്നെ ഈ ഗാർഡനാണ് എനിക്ക് പോയ 3 സ്ഥലത്തിലും എനിക്കിഷ്ടപ്പെട്ടൊരു സ്പോട്ടെന്ന് പറയാൻ ഗാർഡനായിരുന്നു. ഒത്തിരി നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി. ആൻഡ് നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ആൻഡ് hope you guys enjoyed this video. Thanks for watching and keep supporting. Bye bye.